ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവം ലാസ്റ്റ് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഞങ്ങൾക്ക് വേറൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോയിട്ട് വരുവാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ വീടുകളിലും വന്ന് പറയെടുക്കും. അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ കാശിനെ കൊണ്ട് ഇടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അമ്പലത്തിൽ അവിടെ ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കേട്ടങ്ങനെ ഇരുന്ന് ആന വരാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആന വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നുകൊണ്ട് കാശി അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉത്സവത്തിൻ്റെതായ വലിയ തിരക്കൊന്നും അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ദിവസമല്ലല്ലോ, 4-ാം ദിവസമാണ്, അതുകൊണ്ടായിരിക്കും. പുറത്ത് ടോയ്സിൻ്റെ കടയൊക്കെ ഉണ്ട്. കാശി അതെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്, പോകുമ്പോൾ മേടിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. ഒരു 8 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ വൈകിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. 10 മണി ആയപ്പോഴാണ് ഇറങ്ങിയത്. ഏട്ടൻ ഇന്നലെ എത്തിയപ്പോൾ 10-12 മണിയായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എഴുന്നേൽപ്പിക്കാൻ നിന്നില്ല, രാവിലെ എന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആളെത്തി. ഇനി നമുക്ക് വേഗം തന്നെ പറയെടുക്കാം. റിസീപ്റ്റ് നേരത്തെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനും കാശിയും കൂടി പറയെടുക്കാം കേട്ടോ. എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 11 മണിയായി. അപ്പോഴാണ് അന്നദാനം ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ അന്നദാനം കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്.